എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് വന്നിട്ടുള്ള അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. മസാലകളൊന്നും വഴറ്റി ഒരുപാട് സമയം കളയാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചായക്കൊപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു 5 ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലൊരു 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്ത് ഇതുപോലെ സവാളയാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തതും ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ എപ്പോഴും ടേസ്റ്റ് ചാറ്റ് മസാല തന്നെ ചേർക്കുമ്പോഴാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രം ആയതുകൊണ്ട് കുറച്ചൊന്ന് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. അതിനായിട്ട് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. നോർമൽ ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആദ്യം ഇതിലൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ ഉരുട്ടിയെടുക്കാൻ കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിലാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുള എടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മൊസറല്ല ചീസ് ക്യൂബ്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ചീസ് ക്യൂബും കൂടെ വെച്ച് കൊടുത്തിട്ടൊന്ന് വീണ്ടും ഉരുട്ടിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിക്കൻ പാറ്റീസൊക്കെ റെഡിയാക്കത്തില്ലേ, അതുപോലെ തന്നെ. കൂടാതെ നിങ്ങൾക്ക് ഒരു മസാലയിലേക്ക് വെജ് മാത്രമല്ലാതെ ചിക്കനൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അല്ലെങ്കിൽ പൊരിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടെ ഒരു 6 വെജ് പാറ്റീസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അത്യാവശ്യം ചെറിയൊരു തിക്കായിട്ടിരിക്കുന്ന രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്ന രീതിക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും ആണ്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ ഒരു മിക്സിൽ നന്നായിട്ട് നമുക്കൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ബ്രെഡ് ക്രംസ് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് ഇത് പൊരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിലേക്കാണ് എടുത്ത് വെക്കുന്നത്. 15 മിനിറ്റിൽ കൂടുതൽ സമയം നിങ്ങളിത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഗ്രീൻ മയോണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ മയോണൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് അളവിൽ മല്ലിയിലയാണ്. ഒരു പച്ചമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 തണ്ട് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്, വളരെ കുറച്ച് മാത്രം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം മയോണൈസിൽ ഉപ്പുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇത് കണ്ടില്ല, നമ്മുടെ ഈ ഒരു ഗ്രീൻ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് കേട്ടോ, അതിട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോണും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കോണൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ചെറിയൊരു ക്യാരറ്റിന്റെ പകുതി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവാള തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാത്തത് മയോണൈസിൽ ഉപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വെജ് പാറ്റീസൊക്കെ ഒരു 15 മിനിറ്റോളമായി ഫ്രീസറിൽ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 തവണ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പുറമേ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പൊരിച്ചിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതിന് പകരം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു കുർക്കുറെ ബർഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ബർഗർ ബണ്ണാണ്. രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ബണ്ണും കിട്ടും, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ബണ്ണാണെങ്കിൽ നമ്മൾ നടുക്കൂന്ന് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്രീൻ മയോണൈസിലെ അത് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂണോളം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു വെജ് പാറ്റീസ് വെച്ച് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ പാറ്റീസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ചിക്കൻ പാറ്റീസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമ്മൾ ചിക്കൻ ബർഗർ ചെയ്ത ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെജിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളൊരു ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അതൊരു 1-2 ടേബിൾ സ്പൂണോളം ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതിയെ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. എല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കുന്ന രീതിയിൽ പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മളൊരു വെജ് ബർഗറൊക്കെ കഴിക്കത്തില്ലേ, ഈ ഒരു രീതിക്ക് തന്നെ കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പോലെ ആ ഒരു കുർക്കുറെ ബർഗറായിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളകാണ് കേട്ടോ. കാശ്മീരി മുളക് കൂടി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടതൊരു 3/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല നിങ്ങളുടെ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അളവിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറാണ്, നമ്മുടെ വെളുത്തുള്ളി പൊടി. ഈ ഒരു ഗാർലിക് പൗഡറായിട്ട് നമ്മുടെ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഒരു 1 ടീസ്പൂണോളം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കട്ടി കൂടിയും പോകരുത്. അത്യാവശ്യം ഒരു തിക്കായിട്ടിരിക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുർക്കുറെ ബർഗർ ആയതുകൊണ്ട് തന്നെ മുകളിലെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ കോൺഫ്ലക്സ് ആണ് കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിം രീതിയിൽ വേണമെങ്കിൽ നമ്മൾ കോൺഫ്ലക്സ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു കോൺഫ്ലക്സ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഈ ഒരു വലുപ്പത്തിൽ ഞാനൊരു കോൺഫ്ലക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ വെജ് ബർഗറും ആദ്യം നമുക്കൊരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിൻ്റെ എല്ലാ സൈഡിലും ഒരു ബാറ്റർ ആകണം കേട്ടോ. അതിനുശേഷം ഒരു കോൺഫ്ലക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലും ഒരു കോൺഫ്ലക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പുറമേയുള്ള ഒരു കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് ഉറച്ച് കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അത്യാവശ്യം നല്ല ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു നേരത്തെ വെജ് പാറ്റീസ് പൊരിക്കാൻ എടുത്ത ഒരു എണ്ണ തന്നെ എടുത്താൽ മതി. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പിയായി വരുമ്പോഴത്തേക്കും ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സെയിം രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു കുർക്കുറെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ക്രീമി ഒക്കെ ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ്. വെജിനെക്കാട്ടിലും കൂടുതൽ ചിക്കനൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെജ് പാറ്റീസിന് പകരം ചിക്കൻ പാറ്റീസ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുർക്കുറെ ബർഗർ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു സെയിം രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.